ഹായ് ഹലോ തന്മ ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതെനിക്ക് ഇവിടെ അടുത്തുള്ളൊരു സ്കൂളിൽ നിന്ന് കിട്ടിയ ഒരു ഓർഡർ ആയിരുന്നു കേട്ടോ. അവർക്ക് ആനിവേഴ്സറിക്ക് ബോയ്സിനും ഗേൾസിനും കൂടെ സ്റ്റിച്ച് ചെയ്യാനുള്ള മെറ്റീരിയലാണിത്. ഗേൾസിന് ഫ്രോക്കും ബോയ്സിന് കുർത്തയും പാൻസും ആയിരുന്നു. അങ്ങനെ ഇതിൻ്റെ മെറ്റീരിയലൊക്കെ എനിക്ക് മേടിച്ചുകൊണ്ട് അവർ തന്നെയാണ് തന്നത്, ഞാൻ മേടിച്ചതല്ലായിരുന്നു. അവർ തന്നെയാണ് ഇത് കളറെല്ലാം കോമ്പിനേഷൻ എല്ലാം എടുത്തിട്ട് വന്നത്. അങ്ങനെ അതിൻ്റെ സ്റ്റിച്ചിങ് ആയിരുന്നു കേട്ടോ. അതിൻ്റെ ഭയങ്കര തിരക്കായിരുന്നു കുറേ ദിവസം കൊണ്ട്. ഈ വീഡിയോ ഇടാനുള്ള സമയമൊന്നും കിട്ടിയില്ല. ആനിവേഴ്സറി കഴിഞ്ഞിട്ട് കുറേ ദിവസമായി. ഈ ഓർഡർ എനിക്ക് പെട്ടെന്നായിരുന്നു കേട്ടോ വന്നത്. ഒരു 2 ആഴ്ച സമയം കിട്ടിയുള്ളൂ എനിക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനുള്ളത്. വേറെ കുറേ വർക്കും കൂടെ ഉള്ളതുകൊണ്ട് എനിക്ക് കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് ഇത് വീഡിയോ എടുത്തിടാനുള്ള സമയം കിട്ടിയില്ല. അതാണ് ഇപ്പോൾ ഇട്ടത് കേട്ടോ. ഇത് 14 പീസ് ഉണ്ടായിരുന്നു. ഗേൾസിന് 7 ഫ്രോക്കും ബോയ്സിന് 7 കുർത്തയും. ഈ ഡ്രസ്സിൻ്റെ മോഡലൊക്കെ എൻ്റെ ഇഷ്ടത്തിന് എന്നെ സ്റ്റിച്ച് ചെയ്യാൻ പറഞ്ഞായിരുന്നു കേട്ടോ. കാരണം ടൈം കുറവായതുകൊണ്ട് ഒരുപാട് മോഡലൊന്നും ചെയ്യാനുള്ള സമയവും കിട്ടിയില്ല. അങ്ങനെ പിന്നെ ഞാൻ കുർത്തയ്ക്ക് ഫ്രഞ്ച് കോളറായിരുന്നു കൊടുത്തത്. ഫ്രഞ്ച് കോളർ കൊടുത്തിട്ട് ബട്ടൺ കൊടുക്കുന്നിടത്ത് ഞാനൊരു ബ്ലൂ കളറിലെ സ്ട്രിപ്പ്, അതായത് ഗേൾസിൻ്റെ ഫ്രോക്കുമായിട്ട് മാച്ചായി പോണ രീതിയിലുള്ളതായിരുന്നു കേട്ടോ കൊടുത്തത്. ഗേൾസിന് വേണ്ടി ഒരു ഹെയർ ക്ലിപ്പ് ചെയ്തതാണ് കേട്ടോ. അവരുടെ ആ ഫ്രോക്കിൻ്റെ മേച്ച് തുണി വെച്ചിട്ട് ഞാനൊരു ഹെയർ ക്ലിപ്പും കൂടെ അവർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇതായിരുന്നു ബോയ്സിന് തച്ച കുർത്തയുടെ മോഡൽ. ഞാനിത് പാക്ക് ചെയ്ത് സ്കൂളിൽ കൊണ്ട് കൊടുക്കണമായിരുന്നു.
ഇത് ഓരോ കുട്ടിയുടെ പേര് നോക്കി ഞാൻ മടക്കി എടുക്കുന്നതാണ് കേട്ടോ. കാരണം പാൻസും കുർത്തയും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകാത്ത രീതിയിൽ ഞാൻ പേര് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആ പേര് നോക്കി കറക്റ്റായിട്ട് ആരുടെ ആണെന്ന് നോക്കിയിട്ട് ഞാൻ മടക്കി എടുക്കുന്നതാണ് കേട്ടോ ഇത്. ഇതായിരുന്നു ഗേൾസിൻ്റെ മോഡൽ. സ്ലീവിൽ പ്ലെയിൻ ആയിരുന്നു പറഞ്ഞത്. അത് ഞാൻ സ്റ്റിച്ച് ചെയ്ത് തന്നപ്പോൾ എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. അങ്ങനെ ഞാൻ സ്ലീവ് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയായിരുന്നു കേട്ടോ ആ പ്ലീറ്റ് വെച്ചിട്ടുള്ള ചെറുത് ബോർഡർ കൊടുത്തിട്ടുള്ളത്. പിന്നെ ചെറിയൊരു ബോയും പിന്നെ ലേസും കൂടെ കൊടുത്ത് ഞാനത് ഹൈലൈറ്റ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിരുന്നു കേട്ടോ ഈ ഫ്രോക്കിൻ്റെ മോഡൽ. ഇതിന് എനിക്ക് പാക്ക് ചെയ്ത് സ്കൂളിൽ കൊണ്ടുപോയിട്ട് അവരെ ഇടിയിപ്പിച്ച് നോക്കണമായിരുന്നു. കാരണം എന്തെങ്കിലും കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ എനിക്ക് തിരിച്ചു വന്നത് ശരിയാക്കി കൊണ്ട് കൊടുക്കണമായിരുന്നു. അങ്ങനെ എല്ലാം ധൃതിയിൽ ഞാൻ പാക്ക് ചെയ്ത് വെക്കുക. എന്നിട്ട് ഹെയർ ക്ലിപ്പൊക്കെ കറക്റ്റായിട്ട് എണ്ണി വെക്കുന്നുണ്ട് കേട്ടോ, ഞാനിത് മിസ്സായി പോവാതിരിക്കാൻ വേണ്ടി. പക്ഷേ എല്ലാവർക്കും കറക്റ്റായിരുന്നു കേട്ടോ. ഫ്രോക്ക് ഇച്ചിരി വലുതായിട്ടാണ് ഞാൻ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിരുന്നത്. അതങ്ങനെ തന്നെയായിരുന്നു അവർക്ക് എല്ലാവർക്കും കറക്റ്റ് പാകമായിരുന്നു കേട്ടോ. ഞാൻ അളവെടുത്തിരുന്ന അതേ അളവിൽ തന്നെയാണ് ഞാൻ എല്ലാവർക്കും സ്റ്റിച്ച് ചെയ്ത് കൊടുത്തത്. അങ്ങനെ ഇന്നത്തെ വീഡിയോ കഴിഞ്ഞു കേട്ടോ. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.